ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയ വ്ളോഗ്. ഗൈസ്, ഇപ്പം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ടർഫിൽ പോവുകയാണ്. അത് പോയിട്ട് 6-7 വർഷത്തിന് ശേഷം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ വെക്കേഷൻ എന്തോ പഠിച്ചിട്ടുണ്ടാകുമ്പോൾ ഞാനും മാമച്ചിയും പിന്നെ കുറച്ച് കൂട്ടുകാരായിട്ട് മാമച്ചിയുടെ കൂട്ടുകാരായിട്ട് പോയി ലാസ്റ്റ് കളിച്ചതാണ്. അതിന് ശേഷം ഇതുവരെ ഞാൻ പോയിട്ടുമില്ല, കളിച്ചിട്ടുമില്ല. എൻ്റെ 6 വർഷത്തിന് ശേഷമുള്ള 6 വർഷത്തിന് ശേഷമുള്ള ക്രിക്കറ്റ് കളിയും പിന്നെ ആദ്യത്തെ ടർഫിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നേരെ അങ്ങോട്ട് പോകും. പക്ഷേ അങ്ങനെ ടർഫിലെത്തിയതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ടർഫിൽ പറഞ്ഞത്. എൻ്റെ ടർഫിൽ തന്നെ പറഞ്ഞത് ആദ്യമായിട്ടാണ്. എത്ര വർഷം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് എന്തായാലും നല്ല കാറ്റ് കിട്ടും. ഇതെൻ്റെ വിഷ്ണു മച്ചാൻ നിൽക്കുന്ന അളിയാ. സൂരജ് പറഞ്ഞേ ഉള്ളൂടാ അളി ടർഫിൽ കയറണേ ഞാൻ ആദ്യമായിട്ടാണ് അളിയ. സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ടർഫിൽ കയറേണ്ടത്. കേസ് കളി തുടങ്ങിയത് ചുമ്മാ അവിടെ നിന്ന് ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ, പയ്യന്മാർ ചേട്ടന്മാരെല്ലാവരും കൂടെ. അയ്യോ കളി നീ കളിക്കണല്ലേ? അവന് വയ്യ കേസ്, അവന് തലവേദനയില്ല, തല കറക്കോട്. പിന്നെ പയ്യന്മാരും കൂടെ വരവുണ്ട്, അവന്മാരോട് വന്നാലേ കളി കറക്റ്റ് ആയിട്ടാകാൻ പറ്റൂ. ആദ്യമായിട്ട് കളിയാ. എന്തൊരു സാർ ഞാൻ ടർഫില്ല. വിഷ്ണുക്ക് ബിൽഡിങ് ഇല്ലടാ, ഞാൻ ആദ്യമായിട്ടാണ് ടർഫിൽ കയറണം. ഇതുവരെ ടർഫിൽ കയറിയിട്ടില്ല. അടിച്ചത് അമൃതാണെന്ന് തോന്നുന്നു. ഇല്ല, ഇന്ന് അങ്ങനെ ഒന്നും വീഴില്ലല്ലേ കളി. ഇന്നും തണല് അങ്ങനെ കുറവുണ്ടല്ലോ. കളിക്കാൻ കയറിയ അപ്പോൾ കേസ് എന്തായാലും ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ട് പയ്യന്മാരോട് പറഞ്ഞു അപ്പം കളിക്കാൻ നേരത്ത് വരാം. കേസ് പയ്യന്മാരെല്ലാം വന്നിട്ടുണ്ട്, ചേട്ടന്മാരെല്ലാവരും ഉണ്ട്. കേസ് ചേട്ടന്മാരും പയ്യന്മാരും എല്ലാവരും ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത് തൻ്റെ സൂരജ് ഗ്ലാസ് വെച്ചിട്ട് അടുത്തിന് ടീം ടോസറുള്ള ഒരു ഇതാണ്. ആരൊക്കെ ടോസറിനാര്? ഇഷ്ടപ്പെടുത്തിന് ടോസ് ഇട്ടിട്ട് ഏതൊക്കെ ടീമാണ് എൻ്റെ ടീം എന്തായാലും ജയിച്ചിരിക്കും. എൻ്റെ വിശ്വാസം കേരള. ഇവിടെ ഒരു ഇതില്ല വൈഫന്മാർക്ക്. ക്യാപ്റ്റൻ നീ എന്നല്ലേ പറഞ്ഞ ടീം ടോസ്? ചാണ്ടോട് ഓ കേരള. പുതിയതായിട്ട് മനോജ് അണ്ണാനും ഞാനും ഇട്ടല്ലോ പുതിയതായിട്ട്. അപ്പൊ ഞാൻ ഒന്ന് ടോസ് ഇട്ടിട്ട് പറഞ്ഞേ വിഷ്ണു. പുതിയ ഇവിടെ ടീം ടോസ് ഉണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി. ഇവിടെ ടോസ് ഉണ്ട് ഗൈസ്. അങ്ങനെയാണെങ്കിൽ അഭിഷേകട്ടെ നമുക്ക് ഇവിടെ ടോസിനേലും ചെറിയ തർക്കം കൊടുക്കുക. കറക്റ്റാ പറയില്ല. എൻ്റെ ആദ്യത്തെ ടോസ് എന്നിട്ടും അഭിഷേക് മനോജ് ഞാൻ ടോസ് നമ്മളെ വേറെ ഡൈസ വലിക്കുന്നുണ്ട്. ഞാനില്ല, ഞാൻ ഇവര് വീഡിയോ എടുത്തോട് കാണുന്ന.
ഞാനില്ല. അങ്ങനെ ടീമെല്ലാം ഫോം ആയിട്ടുണ്ട്. എന്നെ കിട്ടാത്ത ഞാൻ കിട്ടാത്തോട്ട് പയ്യന്മാർ എടുത്തിട്ടുണ്ട് ഗൈസ്. അരി 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 ഗൈസ്. അപ്പം ഇനി എന്തായാലും കളിക്കാൻ പോയിട്ടുണ്ടോ? ബോളിംഗ് കിട്ടിയിട്ടുണ്ട് കളി. കാർത്തിക്കിന്റെ ബാറ്റിംഗ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോണ. അല്ല മാറി, ആദർശായി. കാർത്തിക് ഇതാ തിരിച്ച് നടന്നു പോണു. അനുവാണ് ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡക്കാവും. അത് മുറിഞ്ഞ ഓ നിനക്കെ മുറിയോ? ഓ ഒളിപ്പിച്ച് വെച്ചിരുന്നേ കൊച്ചു കള്ളൻ. ബോള് തെറിച്ചു വന്നപ്പോ അടിച്ചാണ് ഒന്നും വിചാരിച്ചു. എന്ന് ബോള് തെറിച്ചു വന്ന് സൂരജിന്റെ സിക്സിൽ ഫസ്റ്റ് അനു ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞത് ഓപ്പോസിറ്റ് സൂരജ് ഇരിക്കണുണ്ട്. അയ്യോ അല്ല നമ്മൾ ഫീൽഡിങ് ചെയ്യണ്ടല്ലോ. ഓ അയ്യോ ആ ഫസ്റ്റ് ഇതാണ്. ഇതാണ്ട് അമൃതനാഥ് ഇപ്പോൾ ഉണ്ട്. അളിയ ഒരു ഹായ് കേട്ടോ അമൃതനാഥ്. കുഴപ്പമില്ലളിയാ, സീനില്ല. ആ അനു അടിച്ചടിച്ചടിച്ചടിച്ച എവിടെ പോയി? ആ ക്യാച്ചാ. ആ ഓക്കെ ക്യാച്ച് ഔട്ട്. തട്ടിയാ ശ്രദ്ധിച്ചില്ല. ഇതാണ് തെളിവ്, പക്ഷെ ഇതിൽ കാണാൻ പറ്റിയില്ല. ആ ഗൈസ് ചെറിയൊരു ഇത് കാരണം അയ്യോ ഇവിടെ ഇരുന്ന് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടാ, നല്ല രസമുണ്ട്. എത്ര 3 മോളിൽ ഗൈസ് 3 മോളിൽ 3 റൺ എടുത്തിട്ടുണ്ട്. ആ ചേട്ടൻ്റെ പേരെന്തോടാ? ചേട്ടൻ്റെ പേര് മറന്നുമില്ല. ദോടോട് തെറിച്ചു. 4 ബോളിൽ 5 റൺ ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവൻ്റെ കളി അനുവിൻ്റെ കളി മാറിയിട്ട് വരാം ഗൈസ്. എപ്പോഴും അവനെ കണ്ടോണ്ട് പൊളിച്ച് 4 അടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അനു ക്യാച്ച് ഔട്ടായി പാവം. അടുത്ത ആര് ഇറങ്ങണം? അമൃതനാഥ്. അടുത്ത അമൃതനാഥ്. ബാറ്റ് തട്ടാ പോയത്. ആ ബാറ്റ് തട്ടി വല്ല ബാറ്റ് മാറ്റി. സൂരജ് മാറണേ. സൂരജ് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. സൂരജ് കേരള ബൗളറാ. അപ്പം ഞാൻ ഇതിൽ ഏതാണെന്ന് എനിക്കൊരു പിടുത്തം ഇല്ലല്ലോ. ഈ 6-7 വർഷം കഴിഞ്ഞത് എടുത്തിട്ട് ഒരു പിടുത്തവും കിട്ടല്ല എനിക്ക്. ആ ഫസ്റ്റ് ബോൾ ക്യാച്ച് മീൻസ് ബാക്ക്. അങ്ങനെ സൂരജ് അപ്പുറത്ത് പോയിട്ടുണ്ട്. അടുത്ത് അമർനാഥ് ഇവിടെ കയറിയിട്ടുണ്ട് അടിക്ക്. ആ പൊളിച്ച്. ഓ എവിടെ സിക്സാ? കൊള്ള. ഈ സമൃദ്ധാൻ അങ്ങനെ 6 അടിച്ചിട്ടുണ്ട്. ആ ഇപ്പം പോയാ നോയി കളി. അല്ല നീ ഔട്ടായാ? ഏത് 2 ഓവറല്ലോ? 2 ഓവറാടാ. അങ്ങനെ 2 ഓവറിൽ 20 ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അടുത്ത തന്നെ എപ്പോൾ ഇറക്കുമെന്ന് എനിക്ക് അറിയണം. ഇവിടെ എൻ്റെ മര്യാദയ്ക്ക് ഫസ്റ്റ് ഇറക്കി വിട്ട് ഞാൻ ഔട്ടായി വന്നത്. ഇപ്പം പോയാ കാരണം വേറെ ഒന്നുമില്ല. ഞാൻ കളിച്ചിട്ട് തന്നെ ഞാൻ പണ്ട് മാമച്ചേരിയുടെ അവരുടെയൊക്കെയാണ് കളിച്ചിട്ടുള്ളൂ. തന്നെടാ ഞാൻ 9ാം ക്ലാസ്സിൽ ഇതായി നമ്മൾ പഴയ കളിച്ചത്. അതിനുശേഷം ഇപ്പോൾ ആദ്യമായിട്ട് കളിക്കാൻ പോവുകയാണ്. ഇതുവരെ കളിച്ചില്ല. ഇനി കളിക്കണം. നല്ല ഉറപ്പും പറഞ്ഞുകൊണ്ട് എന്തായാലും ഞാൻ ഇറങ്ങുന്നുണ്ട്. അതായത് അമൃതാഥ് എല്ലാ 6ഉം 4ഉം തന്നെ. കേറി 1-2 ബോൾ വിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കളിയും 6ഉം 4ഉം. എൻ്റെ പൊന്നളിയോ. അടുത്ത കളി കളിയുമ്പോൾ ഞാനും ഓക്കെ. ആ ദോ പോയി. ഏത്? ആ 6 പോയി.
അടേ അമർനാഥേ ഒന്നും നോക്കണ്ടല്ലേ, 6 4 മതി കേട്ടാ. അളിയ 6 4 അല്ലാതെ കളിക്കൂലത്. ജയിക്കാൻ 71. അളിയ നമുക്ക് ബാറ്റിങ് കിട്ടിയില്ല അപ്പം നമുക്ക് അടുത്ത ബോളിങ്ങിൽ നോക്കാം. ബാറ്റിംഗ് 3 കൂടെ ഇറങ്ങി കളിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ബോളിംഗ് നോക്കാം ഗൈസ്. അടുത്ത ഫസ്റ്റ് ഓവർ ബോളിങ് സൂരജ് എറിയാൻ പോകണോ ചേട്ടന്മാരെ. ഗൈസ് ബോളിങ് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഇപ്പം കാർത്തിക് ബോളിംഗ് ആണ്. റൺ എത്രയാടാ? 25 20. ഒരു 6 മാത്രം വഴങ്ങി കാർത്തിക് ടൈറ്റ് ആക്കുകയാണ് ഗൈസ്. $29. ഒരു ബോൾ കാർത്തിക് ടൈറ്റ് ആക്കിയിരിക്കും ഗൈസ്. വൈഡായിരുന്നു, സോറി. ഗൈസ് അങ്ങനെ ഫസ്റ്റ് ഓവർ കഴിഞ്ഞ് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളെ ടീം ജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല കേരള ടീം ജയിക്കുമത്. ആടത്തിന് ടോസാണ്. ആടത്തിനടുത്ത് ടോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അളിയ വിഷ്ണു സൂരജ് എന്താണ് അഭിപ്രായം ജയിച്ചതിന്? ഫസ്റ്റത്തെ കളി ഓ വരി അത് ഞാൻ ഉള്ളതുകൊണ്ട് ജയിച്ചത്. ഞാൻ ഉള്ളതുകൊണ്ട് ജയിച്ചു. ഞാൻ 2 വിക്കറ്റ് എടുത്തു ഗൈസ്. ഞാൻ വിക്കറ്റ് ഒന്നും എടുത്തില്ല, ഞാൻ റൺ കൊടുത്തു ബാബുക്ക്. എഴുതി അടുത്താര് ഫസ്റ്റ് ബാറ്റിങ് തന്നെ. അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ ചെന്ന് റെസ്റ്റ് എടുക്കണം. ഫസ്റ്റ് സൂരജും മറ്റേ ഏച്ചാണ് അഭിഷേകൻ എന്തോന്ന് ചോദിച്ചാൻ്റെ പേര്. അപ്പോൾ പുള്ളിക്കാർ 2 പേരാണ് ഇറങ്ങണത്. അപ്പോഴേ എൻ്റെ ബാറ്റ് കിട്ടുകയാണെങ്കിൽ വരാം ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ ബാറ്റ് ചെയ്ത് പോയത് കുറേ കേസ് എന്തൊരു റൈറ്റ് കാർത്തിക് ശർമ്മ. എന്താ സച്ചിൻ ടക്കാവൂലേ? യൂട്യൂബറാണ് ചെറിയ യൂട്യൂബറാ. ഓ ആരെ ഫോൺ അടിക്കും ഫ്രെയിമിൽ നിന്ന് മാറും. അതിനെ ആദ്യ ബോൾ എറിയാനായിട്ട് അവിടെ നിന്ന് ബോൾ തയ്യാറെടുക്കുന്നു. ഡക്കായാലും 6 ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കാർത്തിക്ക്. വിഷ്ണു നോൺ സ്ട്രൈക്കറായിട്ട് നിൽക്കുകയാണ്. കീപ്പർ ആദർശ് മാറിയിരിക്കുന്നു. കീപ്പർ കീപ്പർ ഉണ്ടായതിന് ഡക്കാവുള്ളതായിട്ട് കാർത്തിക്. അല്ലേ റണ്ണ് കൂട്ടിക്കോ. 1 ബോൾ 0. ഒരു ബോൾ 0. പിടിച്ചിരിക്കുകയാണ് കാർത്തിക്. ഡക്ക് ഓടിയാ പറഞ്ഞില്ലേ. അയ്യോ വലിയ പ്രതീക്ഷയിൽ പോയതാ, പക്ഷെ പോയി. കേരള 2 ബോള് വലിയ പ്രതീക്ഷയിൽ നിന്ന് അടിക്കാന്നൊക്കെ പറഞ്ഞു പോയത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാറ്റായിരിക്കുമെന്ന്. കുഴപ്പമില്ല. ഇനി നീന്നില്ലേ എന്തായാലും അടുത്ത കളി പിടിക്കാൻ എന്തായാലും. കുഴപ്പമില്ല. അടുത്ത കളി ഞാൻ പിടിച്ചു. സെറ്റാണ് അടുത്ത കളി.
വരുന്ന മുത്ത് അളിയ വിഷ്ണു വിഷ്ണു ഒന്നും നോക്കണ്ട അടിച്ചോ മിസ്. എനിക്ക് പകരം ഇറങ്ങി, ഞാനും അതിനോട് ഓപ്പണിങ് ഇറങ്ങി. ആ അയ്യോ വിഷ്ണു സീനില്ലല്ലേ പൊട്ടിച്ചള മിസ്. ഞങ്ങൾ ഓപ്പണിങ് ഇറങ്ങി, ഞാൻ ഔട്ടായി. താഴെ കളിയാൻ കയറിയിട്ടുണ്ട്. എങ്ങനെ വീടത്തി വരെ അറിയാളൂ. എടാ നീ പൈ നിക്കണല്ലേ? എടാ എഴുതിയടാ പിന്നെ അപ്പുറത്തെ സൈഡിൽ നിൽറാ. അല്ല ഇപ്പൊ നീ വിഷ്ണു വിഷ്ണു എത്ര എത്ര ആയളിയ എത്ര എത്ര ബോള്? ഒരു ഓവർ ചെയ്ത് 6 ബോൾ. കാലിൻ്റെ ഇടയിൽ കൂടെ ഫോർ. ഞങ്ങൾക്ക് തന്റെ കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് നമ്മളെ ടീമിന്റെയാണ്. അല്ലെ നമ്മളെ വിജയത് നമ്മളാണ് കൊണ്ടുവേടാ അവിടെ കൊണ്ടുവേടാ കപ്പ് കിട്ടണ ടഫിന്റെ കപ്പാണെന്ന്. ടഫിന്റെ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങണുണ്ട്. ബെസ്റ്റ് ബോളർ ബോർഡ് അതാണ്ട് ബെസ്റ്റ് ഉറക്കം തൂക്കി ബോർഡ്. ഉറക്കം തൂക്കി വെച്ചാൽ നമ്മൾ ഉറക്കം തൂക്കിയത് എറിയാൻ പോകുമ്പോ ഉറക്കം തൂക്കി വിടും. 2 ഓവർ അങ്ങനെ ചെയ്ത് 1 ഓവർ എന്നെ പുള്ളി നിർത്തിച്ച്, 1 ഓവർ അവരെ നിർത്തിച്ച്. അതെ സ്പിൻ മാന്ത്രികം. പക്ഷെ വരുമ്പോ ഉറക്കം കണ്ണിൽ ഉറക്കം വരിക. ഒരു ഓവർ നിന്റെ 1 ഓവർ നിർത്തിയല്ല, അവനെ 1 ഓവർ നിർത്തി, ഇവനെ നിർത്തി, എല്ലാരെയും നിർത്തി കഴിച്ചു. പിന്നിന്റെ രാജകുമാരൻ എന്ന് സ്വയം പറയുകയാണ്, വേറെ ആരും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ കളി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. സമയമായി ടർഫിൻ്റെ 3:30 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങുന്നത്. നല്ലൊരു ഇതായിരുന്നു. കുറേ നാൾക്ക് ശേഷം കളിച്ചപ്പോഴും ഫസ്റ്റ് ഡക്കല്ല ഫസ്റ്റ് ക്യാച്ചായി. പിന്നീട് ബാക്കി കളിച്ചിട്ടുണ്ട്. ബാക്കി കളിച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പൊട്ടിച്ചോടെ. സൂരജ് ബാറ്റ് ചെയ്യുന്നു. സൂരജിന്റെ കുണ്ടി ഇതാ വിളിക്ക്. ബാക്കി ഇവൻ അളി നീ വീഡിയോ എടുത്തു തരുമല്ലോ, അളി വ്ളോഗ് എടുത്തു തരുമല്ലോ, വ്ളോഗ് എടുത്തു തരുമല്ലോ. ഈ സ്ഥലത്ത് വ്ളോഗ് എടുക്കണ ഇവനായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കാറ്റടിക്കണം നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. എന്തായാലും എല്ലാം സെറ്റാകട്ടെ.